എൻ്റെ പേര് സ്റ്റേസി. ഞാൻ കുമ്പളത്ത് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ മാസം മെയ് 6-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരനും ഏറെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഉടമ്പടി എടുക്കാൻ കാരണമായത് തന്നെ എനിക്കും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവർക്കും ഇതിലുള്ള ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നതും കേട്ടിട്ടുള്ളതുപോലെ തന്നെ വളരെ മോശമായിട്ടാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ ഒരു വർഷത്തോളമായി ഞാനൊരു സുഹൃത്ത് വഴിയാണ് ഞാനിത് അറിയുന്നത്. കൃപാസനത്തെ പറ്റിയും ഇവിടുത്തെ അമ്മയെ പറ്റിയും ഇവിടുത്തെ അനുഗ്രഹങ്ങളെ പറ്റിയല്ല ഞാൻ അറിയുന്നത്. സുഹൃത്ത് വഴി അറിഞ്ഞിരുന്നാലും പക്ഷേ ഞാൻ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ വരാനോ പ്രാർത്ഥിക്കാനോ സാധിച്ചിരുന്നില്ല. അപ്പോൾ സുഹൃത്ത് എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവങ്ങളോ അതുപോലെ തന്നെ കിട്ടിയ പ്രാർത്ഥനകളൊക്കെ എനിക്കും കൈമാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനകൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് അമ്മയോടൊരു പ്രത്യേക ഒരു അടുപ്പമുണ്ടായി. അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ കോഴ്സ് തീർന്നപ്പോഴാണ് എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. മെയ് 6-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് MBA ആണ് പഠിച്ചത്. MBA HR ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് HR-ലൊരു ജോലിയായിരുന്നു എൻ്റെ സ്വപ്നം. അപ്പോൾ അതിനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു. എല്ലാ സ്ഥാപനത്തിലും ആപ്ലിക്കേഷൻ അയച്ചു, മെയിൽ അയച്ചു, ഒത്തിരി മെയിലുകൾ അയച്ചു. പക്ഷേ എല്ലാത്തിൽ നിന്നും റിജക്റ്റായി. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജോലി എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ് കിട്ടാനായിട്ട്. അതും ഞാൻ പഠിച്ച മേഖല എന്നൊക്കെ പറയുന്നത് ഇന്നത് ആ മേഖലയിലുള്ള ജോലി അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കുള്ള സാധ്യതകളും അതുപോലെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എങ്ങനെയാണ് എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ അയച്ച സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ റിജക്ഷനൊക്കെ വന്നെങ്കിൽ പോലും റിജക്ഷൻ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ മടുത്തു പോയിരുന്നു. റിജക്ഷൻ മെയിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾ അയക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഒത്തിരി യുവാക്കളും യുവതികളും ഇതൊന്നും പുറത്തു പറയില്ല. അവരത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ റിജക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ജൂൺ 8-ാം തീയതി അല്ലെങ്കിൽ 8-ന് മുന്നേ ആയിട്ട് എനിക്കൊരു കമ്പനിയുടെ ഒരു അവസരം കണ്ടു. അപ്പോൾ ഞാനതിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അവരെനിക്കൊരു മെയിൽ ബാക്ക് വന്നു, ഇൻ്റർവ്യൂവിന് അപ്പിയർ ആകണമെന്നും പറഞ്ഞിട്ട്. അത് ജൂൺ 12-ാം തീയതി അപ്പിയർ ആകണമെന്നും പറഞ്ഞിട്ട്. ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ മെയിൽ വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു 10-20 പേരൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്ന്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് 100-150 പേരുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. അതുപോലെ തന്നെ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ബാങ്കായിരുന്നു ഈ ബാങ്കിൻ്റെ തന്നെ അസസ്മെൻറ്റ് ടെസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എക്സാം എഴുതി ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം തരണം, എനിക്ക് ഈ സ്ഥാപനത്തിൽ തന്നെ കയറാനായിട്ട് സാധിക്കണമെന്ന്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനത് വിട്ടു. അതിൻ്റെ അവസരങ്ങളൊന്നും പിന്നീട് വന്നിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഈ മാസം വന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങൾ പോലും ഞാൻ മൊത്തം മറന്നുപോയി. കാരണം അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് പ്രതീക്ഷ വെക്കേണ്ട കാര്യമേ അല്ല. പല എക്സ്പീരിയൻസും പല ഇടത്തുനിന്ന് വന്ന ആൾക്കാർ, നമ്മൾ കോളേജിൽ നടത്തുന്ന ഇൻ്റർവ്യൂ പോലെയൊന്നുമല്ല. കോളേജിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഈസി ആയിരുന്നു. പക്ഷേ പുറത്ത് ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ മാതാവിനെ കൈവിട്ടില്ല. അന്ന് ഞാൻ രാവിലെ ഇൻ്റർവ്യൂവിന് ഇറങ്ങിയത് തന്നെ മാതാവിൻ്റെ തൈലം തേച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉപ്പ് കഴിച്ചിട്ടൊക്കെ ആണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ചെയ്യാനും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്കും ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നിൻ്റെ അടുത്ത് വരും, അതുപോലെ തന്നെ നിനക്ക് ഒരു ധൈര്യം കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വിശ്വസിച്ച് അത് ഞാൻ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി. ഇൻ്റർവ്യൂ റൂമിൻ്റെ അകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ സാധിക്കുമെന്നൊക്കെ വളരെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യാൻ സാധിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം മറന്നുപോയിരുന്നു. ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്നത്. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, മാനേജർ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ വളരെ കൺവിൻസിങ് ആയിട്ട് ഉത്തരം പറയാൻ സാധിച്ചു.
പഠിച്ച കാര്യങ്ങളും അതുപോലെ 2 വർഷം മുന്നേയൊക്കെ പഠിച്ചും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ എനിക്ക് പറയാൻ പറ്റി. അപ്പോൾ അവിടുന്ന് ഞാൻ വളരെ സമാധാനത്തോടെ ഞാൻ ഇറങ്ങി. കാരണം നന്നായിട്ട് പറയാൻ പറ്റിയതുകൊണ്ട്, മാതാവിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. പക്ഷേ അപ്പോഴും ഞാൻ പോയപ്പോൾ വിചാരിച്ചു ഒരിക്കലും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നൊന്നും എനിക്ക് കിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു റിവേർട്ട് മെയിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ജൂൺ കഴിഞ്ഞിട്ട് ജൂൺ 13-15 മുന്നേ ആയിട്ട് എനിക്കൊരു മെയിൽ വന്നു, നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആയിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചതുമായിട്ടുള്ള കാര്യമാണ് എനിക്ക് റിവേർട്ട് കോൾ വന്നിട്ട് എനിക്ക് അവിടെ സെക്കൻഡ് റൗണ്ടിലേക്ക് എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജൂൺ മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മാസമാണ്. കാരണം ജൂൺ 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ ആണ് മാതാവേ, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ബർത്ത്ഡേക്കൊന്നും ഒരു ഗിഫ്റ്റ് അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല ദൈവത്തിനോട്. അത് എൻ്റേതായ രീതിയിൽ ആഘോഷങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഞാനത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് എന്നിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ബർത്ത് മന്ത് ആയതുകൊണ്ട് എനിക്ക് ഒരു സമ്മാനം നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജൂൺ 16-ാം തീയതിയിലേക്കായിരുന്നു സെക്കൻഡ് റൗണ്ടും ഫൈനൽ റൗണ്ടും ഇൻ്റർവ്യൂ വെച്ചിരുന്നത്, ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെയും അതുപോലെ തന്നെ പേടിയോടും കൂടിയാണ് ഞാൻ ആ സെക്കൻഡും തേർഡ് റൗണ്ടും അറ്റൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ചെന്നപ്പോൾ ഞാൻ ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പീറ്റ് ചെയ്തു. കാശുരൂപം കയ്യിലെടുക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും അതുപോലെ തന്നെ ഉപ്പ് ആ ഇൻ്റർവ്യൂ റൂമിൽ ഇടുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും കഴിഞ്ഞു. അതിൽ പോലും അതും ടോപ്പ് മാനേജേഴ്സൊക്കെ ആയിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡും തേർഡും കഴിഞ്ഞിട്ട് ഒരു ജൂൺ 16-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ടൊരു 18-ാം തീയതി പിറ്റേ ദിവസം തന്നെ എനിക്ക് അവരുടെ ഒരു കോള് വന്നു. പിറ്റേ ദിവസം വൈകിട്ടത്തേക്ക് കോള് വന്നു, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഫൈനലി എനിക്ക് ആ ജോലി കിട്ടി. ആ ലാസ്റ്റ് വന്ന 4 പേരിൽ 2 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ വേണമെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഈ മാസം തന്നെ എനിക്ക് ആ ജോലി വേണം. കാരണം ഞാൻ ഒത്തിരി അയച്ച് മടുത്ത് ഞാൻ ഇട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ജോലി എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാസം തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ആഗ്രഹിച്ചതുപോലെ മാതാവിനെ അനുഗ്രഹിച്ചു. അത് ഉടമ്പടി എടുത്ത് വളരെ കുറച്ച് നാൾ കൊണ്ടിട്ടാണ് എനിക്ക് കാര്യം നടന്നത്. അതിന് വ്യക്തമായ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഞാൻ ഫോളോ ചെയ്തിരുന്നു. അതിന് മുന്നേ ഒന്നും ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മനുഷ്യനാകാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാനായിട്ട് എന്നെ സഹായിച്ചത് ഉടമ്പടിയിലെ പ്രവർത്തനങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ്. അതിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറേ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് മനസ്സ് വന്നു. അതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ പോലും അത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടേതായ കാര്യങ്ങളിൽ ഒപ്പം തന്നെ സ്പിരിച്വൽ ലൈഫും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നിപ്പിച്ചത് എനിക്ക് ഉടമ്പടി എടുത്തും കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പം അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ചേച്ചിയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെ പൂർണ്ണ മനസ്സോടുകൂടി എനിക്ക് അവരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അങ്ങനെ കിട്ടി, ജോലി കിട്ടി. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ 19-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് വരുന്ന ഞാൻ കൃപാസന അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ 20-ാം തീയതി ഞാനിവിടെ വന്നു. പക്ഷേ ഈ ഫോം എടുക്കാൻ സാധിച്ചില്ല. അന്ന് അറിയില്ലായിരുന്നു ഇതും കൂടി ഉണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അമ്മേനോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഓഫർ ലെറ്റർ കിട്ടിയ പിറ്റേ ദിവസം ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് വരാൻ സാധിച്ചു. അമ്മയോട് ഞാൻ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സ്ഥാപനത്തിൽ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതില്ല. ഞാനൊരു ഫ്രഷറാണ്, എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നല്ലൊരു ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവിടെ അങ്ങനെ കിട്ടിയുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടത്തുള്ളൂ. ആ ഒരു അവസരത്തിലേക്ക് മാതാവ് എന്നെ ക്ഷണിച്ചു. അതുപോലെ തന്നെ എനിക്ക് ആ അവസരം നൽകുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാരനും വളരെയേറെ നന്ദി പറയുന്നുണ്ട് ഞാൻ.
താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇതൊന്നും ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ആണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു സക്സസ് ഞാൻ എൻ്റെ മാതാവിന്, കൃപാസന മാതാവിന് എന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയാണ് എനിക്ക് ഈ ജോലി കിട്ടിയ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു പോസ്റ്റ് പോലും ഞാൻ ഇന്നേ വരെ ഞാൻ ഇട്ടിട്ടില്ല ആ ഒരു ടാഗ് ലൈനിൽ. പക്ഷേ ദൈവത്തിനെ പ്രകീർത്തിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ആ കാര്യത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു അനുഗ്രഹം മാതാവ് തന്നത്. അതുപോലെ തന്നെ മെയ് 6 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് തൊട്ട് മുന്നത്തെ മാസമാണ് ഞാൻ MBA കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 സെമ്മിൽ എക്സാമിനൊക്കെ എനിക്ക് മാർക്കൊക്കെ കിട്ടിയെങ്കിൽ പോലും ഇനി ഞാൻ പഠിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ PG കൂടി പഠനം അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവസാനത്തെ സെമ്മിലെങ്കിലും എനിക്ക് എല്ലാ വിഷയത്തിനും A+ഉം Aയും ആയിട്ട് എനിക്കൊന്ന് എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണണമെന്ന് വളരെയേറെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അവസാനത്തെ സെമ്മ് വിചാരിച്ച പോലെ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളാലും എനിക്കത് എഫേർട്ട് ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഏപ്രിൽ 29 എക്സാം കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ടാണ് എൻ്റെ MBAയുടെ 4th സെം റിസൾട്ട് വന്നത്. ആ റിസൾട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മാർക്ക് ലിസ്റ്റിൽ ഞാൻ കണ്ടത് A+, A ഗ്രേഡും അല്ലാതെ വേറെ ഒരു ഗ്രേഡും എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു അനുഗ്രഹവും മാതാവ് എനിക്ക് തന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ 1 വർഷത്തോളമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ആ പ്രാർത്ഥനയിലുണ്ടായ എൻ്റെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടിട്ടൊക്കെയാണ് എനിക്ക് വന്ന അന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ എനിക്കൊരു രോഗസൗഖ്യവും മാതാവ് നൽകിയിട്ടുണ്ട്. 1 വർഷത്തിന് മുന്നേ ഒക്കെ ആയിട്ട് എനിക്ക് എന്ത് ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചാലും ഫുഡ് പോയ്സൺ ആവുമായിരുന്നു. കടയിലൊക്കെ ഞാൻ ചെന്നിട്ട് ബിരിയാണിയൊക്കെ ആയിരുന്നു എനിക്കിഷ്ടമുള്ള ഭക്ഷണം. പക്ഷെ ഞാൻ ചെന്നിട്ട് ചോദിക്കുക ഏത് എണ്ണയിലാണ് ഇതൊക്കെ ഉണ്ടാക്കണേന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് എപ്പോഴും ചോദിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറയ്ക്കുകയും ചെയ്തായിരുന്നു ഭക്ഷണം അങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഞാൻ ഹോസ്പിറ്റൽ തോറും മാറി കയറി ഇറങ്ങിയിട്ടുണ്ട്. വയറിന് പ്രശ്നമായിട്ട്, ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ വയറിന് പ്രശ്നമായിട്ട് അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കാനും പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ കഴിക്കേണ്ടി വരും. പക്ഷേ എത്രത്തോളം നമുക്കത് നല്ലതായിരിക്കും എന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ പേടിച്ചിട്ടാണ് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഉടമ്പടിയൊക്കെ എടുക്കാത്തതുകൊണ്ടും ആ ഒരു രീതി ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനൊരു റിസൾട്ട് കിട്ടുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇന്നേ വരെ പുറത്തുനിന്ന് ഏത് ഭക്ഷണം കഴിച്ചിട്ടും എനിക്കൊരു ഫുഡ് പോയ്സൺ പോയിട്ട് ഒന്നും വന്നിട്ടില്ല, വയറിനൊരു പ്രശ്നവും വന്നിട്ടില്ല. അതിന് മുന്നേ വരെ ഞാൻ വളരെ കഷ്ടപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടും മാറിക്കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും, എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഡേറ്റുകളാണ് ഈ ജൂൺ മാസം എനിക്ക് നൽകിയത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയവും ഒരു നേട്ടമാണ് എൻ്റെ ലൈഫിൽ തന്നത്. അത് ഫുൾ എൻ്റെ കൃപാസന അമ്മയാണ് എനിക്ക് തന്നത്. അതുകൊണ്ടിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് നിങ്ങൾ എന്നും വിശ്വസിക്കുക. എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്റ്റേസി ജോഷി കുമ്പളം തൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അത് നമുക്ക് വളരെയേറെ വ്യക്തമായിരുന്നു. ഈ മകൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യപ്രകാരമാണ്, ഉടമ്പടിയിൽ എന്തു പറഞ്ഞോ അത് ഞാൻ പൂർണ്ണമായിട്ട് അനുസരിച്ച് ജീവിതത്തോട് ചേർത്തു. അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പഠിത്തം കഴിഞ്ഞ് ഫ്രഷറായിട്ട് നിൽക്കുമ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ഇല്ലാതെ കണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ഒരു ജോലി കിട്ടുവാനുള്ള ഈ മകളുടെ നിയോഗം. അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയും അത് ഈ മകൾക്കത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. കാരണം കുറച്ച് പേരുണ്ടാകുന്നിടത്ത് 100ഓളം പേരാണ് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് വന്നത്. ആ ഒരു സമയത്ത് തന്നെ നിരവധിയായ മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വന്നെങ്കിലും
അമ്മയെ തൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പൂർണ്ണമായ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിലുണ്ടാവുകയും ഈ മകളുടെ വാക്കുകളിൽ തന്നെ നമുക്കത് പ്രകടമായിരുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ കൃപയിലാണ് ഈ മകൾക്ക് ഈ ജോലി കിട്ടിയതെന്ന് അത് ഈ മകളുടെ വാക്കുകളിൽ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകൾ അനുഗ്രഹിക്കട്ടെ എന്നും ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.